ഹലോ മൈ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? ഇതിൻ്റെ ഇവിടെ ചെറിയൊരു തോടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ കൊല്ലമൊക്കെ ഇവർ ഇതിൽ നീന്താറിലാണ്. പക്ഷെ ഇപ്രാവശ്യം നല്ല പുല്ലും അതുപോലെ തന്നെ ചേറും ഇതൊക്കെ നമ്മളെ വെള്ളത്തിലുണ്ട്. അപ്പോൾ നമുക്കിത് ഫുള്ളൊന്ന് ക്ലീൻ ചെയ്തിട്ട് എനിക്ക് കാണിച്ചു തരാം. ഫസ്റ്റ് ഇപ്പോൾ തന്നെ എനിക്ക് ബിഫോർ കാണണമെങ്കിൽ കാണിച്ചു തരാം. അപ്പോൾ വേഗം ഇതിലിട്ട് പോവാം. അപ്പോൾ ഗൈസ്, ഇതാണ് ഇപ്പോൾ നമ്മളുടെ അവസ്ഥ പറഞ്ഞു തന്നെ. ഇവിടെ ഇതാ ഫുള്ള് പുല്ലും പൊന്തും കാര്യങ്ങളൊക്കെ ഇടുന്ന് അറിഞ്ഞിരിക്കുക. ഇതിപ്പോൾ ഞങ്ങളിപ്പോൾ ഒന്ന് പോയെടുത്താണ്. ഇവിടുന്ന് ഇതാ ഇങ്ങനെ ഫുള്ള് അത് വേറെ റെഡിയാക്കി എടുക്കണം. കണ്ട കൈസ്, മൊത്തത്തിൽ പുല്ല, ഫുള്ള് പുല്ല്. നമ്മളെ തോട്ടിൽ നിന്നൊക്കെ ഫുള്ള് റെഡിയാക്കും. നമ്മൾ പുല്ലിലൊക്കെ സൗണ്ട് ഉണ്ടാക്കിയിട്ട് സ്നേക്ക് ഉണ്ടോ എന്നുള്ള സംഭവം നമ്മൾ ഉറപ്പ് വരുത്താനാണ് ഇപ്പോൾ നമ്മളിത് വെറുതെ അടിച്ചിടാണ്. പാമ്പെങ്ങാനും ഉണ്ടെങ്കിലോ. അപ്പോൾ ഇവിടെ ഇതാ മണ്ണ് കോരിയിട്ട് മാറ്റുന്നുണ്ട്. അപ്പോൾ വെള്ളത്തിലാണ് മീൻ നോക്കുന്നുണ്ട്. മീൻ നോക്കി മാത്രമല്ല ഇവിടുന്ന് മാറ്റുന്നുണ്ട്. ഇവിടെ എന്താ പറയുക, നമ്മളെ മീനുണ്ടോ നോക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മളതിനകത്ത് പുല്ലൊക്കെ മാറ്റണമുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടുന്ന് അടിച്ചിട്ട് സ്നേക്കുകൾ ഉറപ്പാണോ നോക്കാനാണ്. പിന്നെ അതുപോലെ നമുക്ക് സുഖമായിട്ട് അടിച്ചെടുക്കുമ്പോൾ പുല്ല് വരുന്നുണ്ട്. സുഖമായിട്ട് നമുക്ക് പുല്ലെടുക്കാൻ പറ്റും. എന്നാലും ബാക്കി നമുക്ക് പതിയെ കാണാം ഗൈസ്. അപ്പോൾ നമ്മളിതാ പുല്ല് എടുത്തെടുത്ത് ഈ വരയൊക്കെ ഫുള്ളാക്കിയിട്ടുണ്ട്. നോക്കിയേ, നമ്മൾ കല്ലെടുത്തിട്ട് ഇവിടെ പിന്നെ അത് അങ്ങോട്ട് പുറത്തുകൊണ്ട് വരില്ല. പിന്നെ ഈ നമ്മൾ ഇവിടെ നമ്മൾ ആ സവാദ അടിക്കണം, അനിയനടിക്കണം, അത് എത്ര തിട്ടാം. പിന്നെ നമ്മളിതാ ഇവിടെ ഇങ്ങനെ കൈ കൊണ്ടൊക്കെ ഇങ്ങനെ തൊടുന്ന മെയിനായിട്ടൊരു സേഫ്റ്റി ഉണ്ട്. നമ്മൾ ഒരു 4-5 പ്രാവശ്യം 5-6 പ്രാവശ്യം നമ്മൾ ഈ ഭാഗം തന്നെ ഒരേ പട്ടം തന്നെ നമ്മൾ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കരുത്. വാടികൊണ്ട് അടിച്ചൊരു സാധനം ഇല്ലാന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് നമ്മൾ ഇത്രക്കും സേഫ്റ്റിയിൽ നമ്മൾ ചെയ്യാൻ കേട്ടോ. ഇവിടെ നമ്മൾ പുല്ല് ഇതാക്കി എടുക്കുകയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ എത്ര ഇതുണ്ടാവും, മഴയൊക്കെ പെയ്ത് നല്ല ക്ലിയർ വെള്ളമാവും. പിന്നെ അവിടെ ഒരാൾ ഇവിടുത്തെ ചപ്പ് എടുത്തിട്ട് അപ്പുറത്തേക്ക് ഇടുകയാണ്. കാരണം നമ്മൾ റോട്ടിലേക്ക് ഇടുന്ന കാരണം കൊണ്ട് റോഡ് ഒരു തടസ്സാൻ പാടില്ല. ഞങ്ങൾ ഈ പണി ചെയ്യുന്നിടക്ക് 2 താത്താർ വന്നിട്ട് പറഞ്ഞ്, ഓ നല്ല കാര്യം, ഇത് എല്ലാവർക്കും നല്ലൊരു മാതൃകയായി മാറും, ചെറിയൊരു വലിയൊരു വലിയൊരു മാതൃകയായി മാറും എന്നൊക്കെ പറഞ്ഞ്. ഞങ്ങൾക്ക് അതിലൊക്കെ കേട്ടതും എന്താ പറയുക, 5G അടിച്ചൊരു പവർ വന്ന പോലെ. പിന്നെ ഞങ്ങൾ ഫുള്ള് സ്പീഡാക്കിയിട്ടാണ് ഇപ്പോൾ ഇത്ര വേഗം എത്തിയതിട്ടോ. ഇവിടെ ഒന്നും തൊട്ടുണ്ടായിരുന്നില്ല, ഞങ്ങൾ ഈ വരും തൊട്ടുണ്ടായില്ല, ഫുള്ള് സ്പീഡ്. എന്തോ പറഞ്ഞതിലൊരു ഹരം കയറി ഞങ്ങൾക്ക്. പിന്നെ വരുന്നവർ പോണതൊക്കെ നോക്കിയിട്ടാണ് പോണ്. അത്ഭുതമായി മാറി. എന്തായാലും നമ്മൾ നാളെ തോട് തിളങ്ങുന്നു. തിളക്കിക്ക് നമ്മളില്ലേ ആന്നെ നമ്മൾ മൊത്തത്തിലൊന്ന് പിന്നെ നമ്മൾ ഈ പുല്ലൊക്കെ എന്തെങ്കിലും മാറ്റാനാണ് ടഫ് പറഞ്ഞത്. ഇപ്പോൾ എന്നാലും നമ്മൾ തോട്ട് ഫസ്റ്റ് വൃത്തിയാക്കിയിട്ട് തോട്ടിത്തെ ചേറ് കാരണമൊക്കെ എടുത്തിട്ട് നമ്മളിങ്ങനെ മീതൊക്കെ ഇടും. ഇവിടെ ഇതൊക്കെ ഇതാ ഈ ലെവല് മൊത്തം മണ്ണായിരുന്നു. ഈ ലെവൽ ഇങ്ങനെ മണ്ണാ. ഞങ്ങൾ മണ്ണൊക്കെ എടുത്ത് വടിച്ചെടുത്തിട്ട് ഡയറക്റ്റ് നിലാക്കി എടുത്ത് വെച്ചു. ഞങ്ങളിവിടെ കല്ല് വെച്ചിട്ട് ഡ്രസ്സൊക്കെ ഇട്ട് ആക്കി. അപ്പോൾ ഇനി ഇവിടെ വെള്ളം വരണത് വലിയൊരു മോശത്തിലാണ്. ഒന്നാമത് അവിടെ ഒഴുക്കിൽ വെള്ളം പോണില്ല, അതാണ് മെയിനായിട്ടുള്ളത്. ഇതെല്ലാം ഒഴുക്ക് ഉടൻ തന്നെ മാറേണ്ടതാണ്. വെള്ളം നല്ല പവറിൽ വരുമ്പോൾ ഒഴുക്കൊക്കെ കൊണ്ട് പോകും. അല്ല, ഒഴുക്ക് വരും നല്ല പവർ. അപ്പോൾ ഞാൻ നിൽക്കണ തോട്ടിലട്ടെ കേസ്, നിൽക്കണല്ല നമ്മൾ ഒരു തോട്ടിലിറങ്ങിയിട്ടാണ്. ഇത്ര വലുപ്പമുള്ളെങ്കിലും ഞങ്ങൾ നീന്താറുള്ളൊരു സ്ഥലം കേട്ടോ കേസ്. എന്നാൽ അത് നല്ല രസമാണ്. പിന്നെ എല്ലാവരും ഇപ്പോട്ട് അടിക്കും, ഞാൻ അങ്ങനെ വീടെടുക്കും, ഒരു പണിയെടുക്കുക ചെയ്യണ്. എന്തായാലും ഞാൻ വേണ്ടി നോക്കുമ്പോൾ അപ്പോൾ എന്തായാലും ഞാൻ പോയിട്ട് ഞാൻ വൃത്തിയാക്കട്ടെ. അപ്പോൾ എന്തായാലും 2 കൊടുക്കും ഉറപ്പാ. അപ്പോൾ ഞാൻ ബാക്കിയുള്ള പണി കേട്ടോ. അപ്പോൾ എന്താ പറയുക, കണ്ടിന്യൂ. ചളിയാണ്. ഓ മൊത്തം ക്ലിയർ. ഇപ്പൊ നമ്മൾ ഇതാക്കിയതിന് ശേഷം ഇങ്ങോട്ടാണ് കിടക്കാം. ഒഴുക്കൊന്നും കൂടി പവർ ആവുന്നുണ്ട് കേട്ടോ. വെള്ളം കടിക്കണം. ഇത് ആക്കിയതിന് ശേഷം ഒന്നും കൂടി ഒഴുക്ക് പവർ ആവുന്നുണ്ട്.
ഇതാ നമ്മൾ ചളിയൊക്കെ ഇവിടുന്ന് കോരെടുത്തോണ്ടിരിക്കുകയാണ്, ചെറിയ ചെറിയ വേസ്റ്റുകൾ മാത്രം. അപ്പോൾ അവിടെ നേരത്തെ പോലെയല്ല. അപ്പോൾ ഒന്നുകൂടി നമ്മളിന്ന് റെഡി ആക്കി എടുത്തിക്കണേ. നമ്മൾ ഈ തോട് ഒന്നുകൂടി ഫിക്സ് ആക്കി എടുക്കാണ്ട് വൃത്തിക്ക് വെടിക്കണം. അവിടെ ചളി പക്ഷേ മാറും കേസ്. അപ്പോൾ മഴ പെയ്യണ്ടി നമ്മളിവിടെ ചിരുത്താണ്. സമയം കൃത്യം ചോദിക്കുകയാണെങ്കിൽ 6:17 പെരെ പോവാ. അപ്പോൾ ഇനി ഡേ 2 കാണാം. ഓക്കെ, ഈ ഡേ 2 കാണാം. അതിൻ്റെ നോട്ടി യെസ് മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ അടുത്തത് ഡേ 2. A few moments later. അപ്പൊ ഗൈസ് ഇന്ന് ചാലി ഞാൻ കാണിച്ചു കൊടുത്തോളാം. നമ്മള് ഇന്ന് ഇവിടെ ചൂടിലേക്ക് കിടന്നിക്കാണ്. ഞാൻ സെയിം ഡ്രസ്സ് എടുത്ത് വന്നിട്ടുണ്ട്. സംഭവം വെച്ചിട്ടുണ്ടെങ്കിലേ എന്താ പറയാ, തിരുമ്പാ പിന്നെ അടുത്ത് ആക്കണ്ട വെച്ചിട്ട് ഞാൻ സെയിം നമ്മളെ തോട്ട് ഇന്നലത്തെ കാട്ടിലും നല്ല വെള്ളമുണ്ട്. അല്ല വെള്ളമുണ്ട് ഗൈസ്, നല്ല വെള്ളമുണ്ട്. ഇന്നലത്തെ കാട്ടിലും ഇരട്ടി ആയിക്കണം ഇന്നത്തെ നെര്യാണിക്കപ്പുറം. അപ്പോൾ എന്തായാലും വെള്ളം വന്നതിൽ വളരെയധികം സന്തോഷമായി. ഞങ്ങൾ വീണ്ടും ഞങ്ങളെ പണി കണ്ടിന്യൂ ചെയ്യുന്നു. അപ്പോൾ ഇന്ന് ഇച്ചിരി ടൂൾസ് ഞങ്ങൾ കൊണ്ടുവന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് വേഗം ഡേ 2 കടക്കാം ഗൈസ്. അപ്പോൾ ഗൈസ് ഞാൻ ഒന്ന് വേറൊരു മറ്റേ നമ്മുടെ എന്താണ് എൻ്റെ പേര് മൊബൈലിൽ നിന്ന് ചപ്പാത്തിയോ ചപ്പുമാന്തി, ചപ്പാത്തി അല്ലേ ചപ്പുമാന്തി. അപ്പോൾ ആ സാധനം കൊണ്ട് നമ്മൾ ഒക്കെ കാരണതാ പുല്ലൊക്കെ ഫുള്ള് വേഗം പോകുന്നുണ്ട്. അവിടെ മണ്ണ് കോരുക, അവിടെ ചപ്പിടുക. നമ്മളിത് കൊണ്ടുള്ള മെയ് കാരണം നമ്മൾ എത്ര വഴി കൊണ്ട് അടിച്ചാലും വലിയ ചേരെ അങ്ങനെ ഇതിനുള്ളിൽ പോവും. പക്ഷേ ഈ വട്ടക്കൂറ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊന്നും പോകില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മളിന്ന് പുതിയ ടൂൾ ഇറക്കിയ കാരണം ഇത് ഫാസ്റ്റാണ്. പിന്നെ പോരാണെന്നുണ്ടെങ്കിൽ വളരെയധികം സന്തോഷമായിട്ട് ചേർന്നു ഗൈസ്. എന്നല്ലേ നമ്മളെ എന്താ പറയുക ഫുള്ള് സെറ്റായി. പുല്ലൊക്കെ ഏകദേശം ഇവിടുന്ന് മാറ്റി, മുമ്പുള്ള പോലെ ഇല്ല. ബാക്കിയുള്ള നമ്മൾ ഇവിടെ കിട്ടുകയാണ്. ഷീറ്റ് പോലെ വിരിച്ച പോലെ ആക്കിയാണ്. നമ്മൾ മാന്തിയോണ്ടൊക്കെ റെഡിയാക്കി. അപ്പൊ നമ്മള് ചെയ്യാൻ പോണത് കല്ലുകൾ ഇവിടെ വെച്ചിട്ട്, അപ്പൊ ഇവിടെ വെള്ളം ഉയരം കൂടും. ഇവിടെ ഉയരം കൂടും, അവിടെ ഉയരം കുറയും. അപ്പൊ നമുക്ക് ഇവിടെ നീന്താനുള്ള സ്പേസ് കിട്ടും. അതിനാണ് നമ്മൾ ചെയ്യണത്. അപ്പൊ അങ്ങോട്ട് ചോദിച്ചാ അവിടെ നോക്കുകയാണെങ്കിൽ മാക്സിമം ഫുള്ള് സെറ്റപ്പ് ആയിക്കണ്. അപ്പൊ ഇനി രാവിലത്തോടെ പച്ചെങ്കിൽ തീർക്കുള്ളൂ. പലർക്കും പല വഴിക്ക് പോകാനുണ്ട്. ചിലപ്പോ ഇനി വൈകിട്ടായിരിക്കും ചെയ്യണ്ടാവുക. പോണം. അപ്പൊ പോത്തങ്കല്ല് സപ്പോർട്ട് ചെയ്ത് ഞങ്ങൾക്ക് വേണ്ടിയിട്ടും പിന്നെ അതുപോലെ തന്നെ നമ്മളെ നാടിന് വേണ്ടി ചെയ്യുന്ന ഓരോ നന്മ കുട്ടികൾക്ക് വേണ്ടി ഓരോ ലൈക്ക് അതുപോലെ തന്നെ ഓരോ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ടെങ്കിൽ വളരെയധികം ഉപകാരമായിരുന്നു. അപ്പോൾ അങ്ങനെ പോയാൽ നമ്മൾ അത്യാവശ്യം ഫുൾ സെറ്റായിരിക്കണം. പാടത്തുനിന്ന് വെള്ളം വരെ കാരണം അധികം നല്ല വൃത്തിയില്ലാന്ന് നമുക്ക് ഒരിക്കലും ഉറപ്പിക്കാൻ പറ്റൂല. അപ്പം അങ്ങനെ ഒരു ഇത് കൂടി ഉണ്ട്. എൻ്റെ കാര്യം നിങ്ങൾക്ക് ഈ കളറ് വെള്ളത്തിന് കളറ് മഞ്ഞ പോലെ കളറായി, പക്ഷെ അതൊന്നും കാര്യമാക്കണ്ട. സത്യം പറഞ്ഞാൽ നല്ല തിളക്കമുള്ള വൃത്തിയുള്ള വെള്ളം. ക്യാമറന്റെ ഒരു കോപ്പാണ്. ക്യാമറ ഇവിടെ ഉണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞ വലിയൊരു ഉദാഹരണമാണ്. നല്ല തെളിഞ്ഞ വെള്ളം. ഞാൻ മനസ്സിലായി, നല്ല തെളിഞ്ഞ വെള്ളം. ഞങ്ങളുണ്ടാ ഇവിടുന്ന് ഇങ്ങനെ കളയ്ക്കുക. ഇങ്ങനെ കളയ്ക്കുമ്പോൾ വെള്ളം മാറിപ്പോവും. അതായത് നമ്മളിപ്പോൾ ഒന്നും ചെയ്തില്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ തെളിഞ്ഞ ഡയറക്റ്റ് നല്ല വൃത്തിയുള്ള വെള്ളം അങ്ങോട്ട് വരുള്ളൂ. അപ്പോൾ അവിടെ കലക്കി അവിടെ നിന്ന് നമ്മളൊന്ന് കലക്കുകയാണെന്നുണ്ടെങ്കിൽ കളറ് മാറും. അല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. നിൽക്കും നമ്മൾ നണ്ടിനെ പിടിച്ചാട്ടോ. കിട്ടി മോമുന്റെ അടുത്ത് കൂടെ മോമൂന് പിന്നെ തവള വെച്ചിട്ട് പേടിയൊന്നുമില്ലോ. പണി ഇത്രത്തോളം ഉണ്ടായിരുന്നു.
അത് വരണ്ടായിരുന്ന മണ്ണ് 3 കൈക്കോട്ട് ഇവിടെ വരണ്ടായിരുന്ന പുല്ല്. ഒച്ചിന് സൂമി ഉണ്ടോ? ഒച്ച പതുക്കണ്ട് നൈസാക്കുള്ള മണ്ണ് ഇത്ര ഉണ്ടായിരുന്ന ഇതൊക്കെ ഇപ്പൊ നമ്മള് പുല്ല് ഇത്ര ആക്കി വെച്ചിട്ടുണ്ട്. നമ്മളെ പരിപാടി വിളിച്ച് നിർത്തണം. ഇപ്പൊ ഏകദേശം നമ്മൾക്ക് റെഡി ആയിക്കണം. പിന്നെ അത് മാത്രമല്ല ഓരോരുത്തരുടെ അമ്മയുടെ കൂടിക്കൊക്കെ ആയിട്ട് പോവാണ്. കാരണം നാളെ സ്കൂൾ തുറക്കാണ് തിങ്കളാഴ്ച. അപ്പോൾ ഓരോരുത്തർ പോണ കാരണം കൊണ്ട് ഇനി ഒരു സമയം എടുക്കും. അപ്പോൾ ഇനി അടുത്ത് വളരും. അപ്പോൾ നമ്മൾ ഇവിടെ വെച്ച് നിർത്താമെന്നാണ് തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഫൈനലായിട്ട് കാണിച്ചു തരാം. നമ്മൾ ഇത്രത്തോളം വൃത്തിയാക്കി ഇതായി ഗൈസ്. ഇവിടെയൊക്കെ ഇവിടെ തൊട്ടിട്ടുണ്ടായിരുന്ന മണ്ണ് അവിടെ ഉണ്ടായിരുന്നു. അത് മുതലുണ്ടായിരുന്ന മണ്ണും പുല്ലും അതാ ഇതുവരെ നമ്മൾ എത്തിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചത് അത്രയൊന്നുമില്ല. ഇതാ ഇതുകൂടിയും ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അതുവരെ കൂടിയും. ബട്ട് നമ്മളിപ്പോൾ തൽക്കാലം പിടിച്ച് നിർത്തുകയാണ്. അപ്പോൾ ഇന്നത്തെ ഓരോ ലൈക്കും ഞാൻ അപേക്ഷിക്കുന്നു നിങ്ങളോട് ഒരു ലൈക്ക് തരാൻ എനിക്ക്. അപ്പോൾ അതുപോലെ തന്നെ നമ്മളെ തോട്ടിൽ വെള്ളം ഇപ്പോൾ കുറഞ്ഞിരിക്കുകയാണ് ഇന്നത്തെ കാട്ടിലും. കാരണം ഇന്നലെ ഒന്നും മഴ പെയ്തിട്ടില്ല. അതുകൊണ്ട് തോട്ടിൽ വെള്ളം ഇപ്പോൾ കുറയ്ക്കാട്ടോ. പിന്നെ നമ്മൾ ഇപ്പോൾ ഒന്നും ചെയ്യണില്ല. ഇപ്പം ഇന്ന് വൈകിട്ട് ഒന്ന് കളിക്കണം. അത് കഴിഞ്ഞിട്ട് എല്ലാവരും ഓരോരുത്തർ കൂടി പോവും. പിന്നെ തിങ്കളാഴ്ച സ്കൂൾ ചടപ്പായി. അത് കഴിഞ്ഞ് അടുത്ത വീട്ടിൽ കാണാം.